ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനൊരു 5:30 എഴുന്നേറ്റു. പിന്നെ വലിയ തണുപ്പായതുകൊണ്ട് കുറേ സമയം എടുത്തിട്ടാണ് അതൊന്ന് പൊങ്ങി വരണമെങ്കിൽ കുറേ ടൈം എടുക്കണമല്ലോ. അപ്പം 5:45 പോയി ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ട് ഇപ്പം ഏതാണ്ട് 6:13 കേട്ടോ. സോ ഞങ്ങൾ ഇപ്പം നടക്കാൻ പോവാണ്. അപ്പം നിങ്ങളെയും കൂടെ ഞങ്ങൾ പോകുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എസ്പെഷ്യലി തണുപ്പൂടാകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ മോർണിംഗ് വാക്ക് എന്ന് പറയുന്നത്. 1-2 തവണ എങ്ങാനും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ എന്നും എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ് ഇത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് ആ പോകുന്ന പാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറൈറ്റി ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര ഇരുട്ടാണ്. കാരണം ചേട്ടൻ ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ നടക്കാൻ പോകും, എന്നാലേ തിരിച്ചു വരാൻ പറ്റൂ. പാമ്പൊക്കെ ഉള്ള ഏരിയയിലാണ് പോകുന്നത്. പിന്നെ അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ തിരിച്ചു വരാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. 8374 സ്റ്റെപ്സാണ് കേട്ടോ ഞാൻ നടന്നത്. ഏകദേശം 5 കിലോമീറ്റർ. ഭയങ്കര തണുപ്പായിരുന്നു. എനിക്കിപ്പോൾ കൈയൊന്നും എനിക്ക് പിടിക്കാനുള്ള ഒരു ആരോഗ്യം പോലും അല്ല. കൈയൊക്കെ മരവിച്ചില്ല, കറണ്ട് അടിക്കുന്നതൊക്കെ പോലെ. ഇനി ഒരു 10 മിനിറ്റ് സ്ട്രെച്ചിങ് ഉണ്ട് എനിക്ക്. ഇനി അതുകൂടെ ചെയ്തിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറ്. സമയം 8 മണിയായി കേട്ടോ. അപ്പം ഞാൻ ചേട്ടന് വേണ്ടിയിട്ടുള്ള ലഞ്ചാണ് ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റാപ്പാണ് ഞാൻ കൊടുത്തു വിടുന്നത്. എപ്പോഴും ഞാൻ ഒരു ലഞ്ചിനും ഡിന്നറിനും പുള്ളി റാപ്പാണ് കഴിക്കാറ്. അതാണ് കേട്ടോ ഇഷ്ടം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെക്കും. വെജിറ്റബിൾസൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് മാത്രം എടുക്കും രാവിലെ കേട്ടോ. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും സൂൺ. ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഞാനൊരു സ്മൂത്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഹെൽത്തി ആയതുകൊണ്ടൊന്നുമല്ല, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം, അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണേ. വലിയ കാര്യമായിട്ടുള്ളതൊന്നുമല്ല കേട്ടോ. ഒരു പഴം, പിന്നെ കുറച്ച് ഓട്സും, പിന്നെ പാലും ആൽമണ്ട്സും ഒക്കെ ഇട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ഞാൻ സ്മൂത്തി കഴിക്കാൻ പോവാണ് ഇപ്പം. എന്നും ഇതൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ചോക്കോസ് കഴിക്കാറുണ്ട്, ബേസിക്കലി. അല്ലെങ്കിൽ വെറും മുട്ട മാത്രം കഴിക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അങ്ങ് ഒരു എന്താ പറയുക, ഒരുപാട് സമയം കളഞ്ഞ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. ബ്രേക്ക്ഫാസ്റ്റാണ് നല്ല രീതിയിൽ കഴിക്കണ്ടേന്നാണൊക്കെ പറയുന്നതെങ്കിലും എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ടാണേ. അപ്പോൾ സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടായിരിക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. സോ എൻ്റെ ഫോൺ ക്യാമറ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുടിക്കട്ടെ. കൊള്ളാം കേട്ടോ. അപ്പോൾ ശരി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും വരുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കാൻ
ശ്രമിക്കാറുണ്ട്. കാരണം എനിക്ക് ഈ അടുക്കള ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ആകാറുണ്ട്. അതുകൊണ്ട് ഫുള്ള് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടായിരിക്കും ഞാൻ അടുത്ത പണിയിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലോണ്ട്രി റൂമിലോട്ട് പോയി കേട്ടോ. കുറേ തുണി ഉണ്ടായിരുന്നു വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് ഇന്നങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോൾ തണുപ്പൂടായതുകൊണ്ട് എല്ലാം ഒന്നും ഉണങ്ങി കിട്ടുന്നില്ല. ഡ്രയറിൽ ഇട്ടാൽ തന്നെയും ഒരുമാതിരി ഈ തണുത്തിരിക്കുന്നത് കൊണ്ട് നനഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഉള്ള തുണി ഉണങ്ങി കിട്ടാൻ തന്നെ നേരം എടുക്കുന്നതുകൊണ്ട് ഈ കുറേ തുണിയാവും കേട്ടോ കഴുകാനായിട്ട്. ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ്. എൻ്റെ മൈക്ക് കണക്റ്റഡ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്തത്. സമയം 9 മണിയായി, ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ കുളിച്ച് ഞാൻ ഇറങ്ങി വന്നു. നല്ല ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. കുളിച്ചിട്ട് ഞാനൊന്ന് റെഡിയായി ഞാൻ നേരെ ചെന്നിട്ട് ഈ ബ്ലൈൻഡ്സ് അങ്ങ് തുറക്കും കേട്ടോ. എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ്. ഇങ്ങനെ അത് മാറ്റിയിടുമ്പം ഒരു വെട്ടം നാച്ചുറൽ ലൈറ്റ് ഇങ്ങനെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേനും മഞ്ഞ് കാരണം വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ അതിൽ എൻ്റെ പേരും ചേട്ടൻ്റെ പേരും ഒക്കെ എഴുതുന്നത് ഒരു രസമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാറുണ്ട്. സമയം ഏതാണ്ട് 10 മണിയായേ. ഞാൻ ഇപ്പോഴാണ് വിളക്ക് കൊളുത്തുന്നത്. ഞാൻ പണ്ടെപ്പോഴൊക്കെയോ കേട്ടിട്ടുണ്ട്, നമ്മൾ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ ഒന്നെങ്കിൽ വെളുപ്പിനെ കൊളുത്തണം അല്ലെങ്കിൽ വൈകിട്ട് കൊളുത്തണം എന്നുള്ളത്. ഈ 2 സമയത്തും എനിക്ക് പറ്റാറേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാലം വിളക്ക് കൊളുത്താതൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എപ്പോഴാണോ ടൈം കിട്ടുന്നത് അപ്പം വിളക്ക് കൊളുത്താന്നുള്ളത്. എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 10 മണി എന്ന് പറയുന്നത് നാട്ടിലെ 5:30ആണ്. അപ്പോൾ പിന്നെ അവിടുത്തെ വെളുപ്പിനെയാണല്ലോ, അതുകൊണ്ടൊരു സമാധാനമുണ്ടേ. വിളക്ക് കൊളുത്തി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നല്ല സ്മെല്ലും പിന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ ഇപ്പം ചെയ്യാറുള്ളത്. അത് പണ്ടൊക്കെ ഞാൻ മുടങ്ങാതെ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഈ വിളക്ക് കൊളുത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. പക്ഷെ പിന്നീട് എപ്പോഴൊക്കെയോ ഹോസ്റ്റലിൽ പോയി ജോലിക്ക് പോയി പിന്നെ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് തവണ ഇത് മിസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിവതും ടൈം കിട്ടുമ്പം ഞാനിത് ചെയ്യാൻ നോക്കാറുണ്ടേ. പിന്നെ ഞാൻ നാമമൊന്നും ചൊല്ലാറില്ല, ജസ്റ്റ് ഗീതയൊക്കെ ഒന്ന് എടുത്ത് വായിക്കും. പിന്നെ ഞാൻ ഈ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വിഷ്ണു സഹസ്രനാമം പ്ലേ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും തുണിയൊക്കെ അലക്കി വന്നു കേട്ടോ. ഞാനതൊക്കെ ഒന്ന് വിരിച്ചിടുവാണ്. ഇനി ഇതൊരു 3-4 ദിവസം എടുക്കുമെന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങി വരാനായിട്ട്. എന്നാലും ഒരു നനവ് കാണും. നമ്മൾ ആ വെയിലത്തിട്ട് ഉണക്കുന്ന ആ ഒരു ഇത് എന്തായാലും ഈ തണുപ്പത്ത് കിട്ടത്തില്ലല്ലോ. സമയം ഏതാണ്ട് 11 മണിയായി കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളതും ജോബിന് അപ്ലൈ ചെയ്യുന്നതും എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതും ഒക്കെ ഈ ടൈമായിരിക്കും. അത് ഞാൻ ഇരുന്നും കിടന്നും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. സമയം 2:30 ആയേ. ഞാനിതുവരെ ലഞ്ച് കഴിച്ചില്ല. ഇപ്പോഴാണ് എനിക്ക് വിശന്ന് തുടങ്ങിയത്. സോ ഇനി സമയം കളയാണ്ട് വേഗം ഞാൻ ലഞ്ച് കഴിക്കട്ടെ. ഓൾറെഡി ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ലഞ്ചൊക്കെ 2 ദിവസം കൂടുമ്പോഴാണ് പ്രിപ്പയർ ചെയ്യാറ്. കാരണം എല്ലാ നേരവും അടുക്കളയിൽ നിൽക്കണ്ടല്ലോ. സോ ലെറ്റ് മീ ഹാവ് മൈ ലഞ്ച്. ലഞ്ചിന് ഞാനൊരു ഓംലെറ്റും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എനിക്കെന്തോ ഓംലെറ്റ് കഴിക്കാൻ തോന്നി. അതുകൊണ്ട് ഞാൻ ഓംലെറ്റും കൂടെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലഞ്ച്. ചോറുണ്ട്, തൈര് കറിയുണ്ട്, പിന്നെ ഓംലെറ്റ്, ബീൻസ് മെഴുക്കുവരട്ടി, പിന്നെ ചിക്കനും. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഞാൻ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. ഞാൻ ഇടത്തെ കൈ കൊണ്ടല്ല കഴിക്കുന്നത്, ഒരു സെൽഫി ക്യാമറ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തോന്നുന്നത്.
അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ അങ്ങ് തുടച്ചിടുവേ. ഇത്രയും പാത്രം എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കൂടുമ്പോഴാണ് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത് തീർന്നു. അപ്പോൾ അത് സൂക്ഷിച്ച് വെച്ച പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ. സോ ലഞ്ച് കഴിച്ചതിന് ശേഷം എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാൻഡറിൻ കഴിക്കാമെന്ന്. ഇത് ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് ഓറഞ്ച് ആണെന്നാണ് കേട്ടോ. ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മളിൽ പിഴിയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഓറഞ്ച്. ഇതാണ് യഥാർത്ഥ മാൻഡറിൻ എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഓറഞ്ചാണെന്ന് വിചാരിച്ച് ഞാൻ മറ്റേ പിഴിയുന്ന സാധനമാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ശരിക്കും ഞാൻ അതാണ് മാൻഡറിനും ഇതാണ് ഓറഞ്ച് എന്നും ആണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. സമയം 6:30 ഇനി ഞാൻ നേരെ ഡിന്നർ ഉണ്ടാക്കാൻ കയറുവാണേ. ഡിന്നർ മാത്രമല്ല, നാളത്തേക്കുള്ള പ്രിപ്പറേഷനൂടെ ഇന്ന് ചെയ്യാറുണ്ട്. ലൈക്ക് എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക, ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുക. അതാകുമ്പം റാപ്പിൻ്റെ കൂടെ ഈ ഫില്ലിങ്സൊക്കെ നേരത്തെ റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തെടുത്താൽ മാത്രം മതിയല്ലോ നാളെ. അപ്പം ടൈം ഒരുപാട് ലാഭിക്കാം നമുക്ക്. പിന്നെ എൻ്റെ ലഞ്ച് ഞാൻ മിക്കപ്പോഴും നാടൻ ഫുഡ് തന്നെയാണ് കേട്ടോ കഴിക്കാറ്. എനിക്ക് എല്ലാ ദിവസവും റാപ്പൊന്നും എനിക്ക് പറ്റത്തില്ല. അത് ഞാൻ 2 ദിവസത്തേക്കായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്നെങ്കിൽ രാത്രിയിൽ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ലഞ്ചിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുമ്പം അത് ഞാൻ അടുത്ത ഡേയും കൂടെ വെക്കും കേട്ടോ. ആ 2 ദിവസം അങ്ങനെ നിൽക്കും. അതാകുമ്പോൾ എനിക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് മാത്രം കുക്ക് ചെയ്താൽ മതി. എൻ്റെ ലഞ്ച് അതാണല്ലോ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്, നമ്മുടെ നാടൻ ഫുഡ് കുക്ക് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം ഞാൻ വേഗം ചെയ്യട്ടെ. നാളത്തേക്കുള്ള ചിക്കൻ ഞാനിവിടെ റെഡിയാക്കി. നാളത്തേക്കും ഇന്നത്തേക്കുള്ള ചിക്കൻ. ഇനി ഞാൻ അപ്പം ഇതോടുകൂടി ആ സെറ്റ് ഓഫ് ചിക്കൻ തീർന്നു കേട്ടോ, മാരിനേറ്റ് ചെയ്ത്. അപ്പോൾ ഇനി അടുത്ത സെറ്റ് ഓഫ് ചിക്കൻ ഞാൻ എടുത്തു, അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് മാരിനേറ്റ് ചെയ്യണം. സാധാരണ ഞാൻ കഴിഞ്ഞ സെറ്റ് ഓഫ് ചിക്കനിൽ ഞാൻ ആകെ കുരുമുളകും ഉപ്പും കുറച്ചും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. ഇപ്രാവശ്യം ഞാൻ കുറച്ച് മാറ്റി പിടിക്കുകയാണ്. മറ്റേ മുളക് പൊടി കൂട്ടിയിടാൻ പോവാണ്, കുറച്ച് കളറ് തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോ അതാണ് ഞാൻ മാരിനേഷൻ കാണിച്ചു തരാമേ. ഞാൻ ബേസിക്കലി ഒരു നല്ലൊരു കുക്കൊന്നുമല്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്തതിൽ ഓക്കെ എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് 1.5 കിലോ ചിക്കനാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടാണ് കേട്ടോ ഞാൻ മാരിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് അപ്പം എടുത്ത് ഫ്രൈ ചെയ്ത് അങ്ങ് ഫില്ലിങ്സ് ആയിട്ടായാലും ചോറിൻ്റെ കൂടെ ആയാലും അങ്ങ് എടുക്കാമല്ലോ. അരക്കോടെ ഗ്രേറ്റ് ചെയ്യാതെ വിചാരിച്ചു. ഗ്രേറ്റ് ചെയ്യുമ്പോൾ കൈ പോകാതിരിക്കാൻ സൂക്ഷിക്കുക, കാരണം എൻ്റെ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ്റെ ഡിന്നർ ഇവിടെ സെറ്റായി. റാപ്പ് തന്നെയാണ് കേട്ടോ രാവിലെയും വൈകിട്ടും കഴിക്കാറുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഈ ഡേ കംപ്ലീറ്റ് ആവാറായി. ഇനി എനിക്ക് ഡിന്നർ കഴിക്കണം. ഞാൻ ഓട്സ് ആണ് കഴിക്കാൻ പോകുന്നത്. എനിക്ക് റാപ്പ് കഴിക്കാനൊരു മൂഡ് വന്നില്ല. സോ ഓട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കിടന്ന് ഉറങ്ങണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ please do like, share and subscribe. See you in my next vlog. Ta-ta!